നേപ്പാളിലെ സാഹചര്യങ്ങൾ സാധാരണ നിലയിലേക്ക് കടക്കുകയാണ്. ഇന്ന് കർഫ്യൂ ഉണ്ട്, പക്ഷേ കർഫ്യൂ ഉണ്ടെങ്കിൽ പോലും പല തോതിലുള്ള ഇളവുകൾ അനുവദിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം നടന്ന പല പ്രദേശങ്ങളിലേക്കും ഇപ്പോഴും മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ കടത്തിവിട്ടിട്ടില്ല. കാരണം അവിടെയൊക്കെ ഈ റിനോവേഷൻ നടക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാഠ്മണ്ഡുവിലെ ഒരു വളരെ ഉയരം കൂടിയ ഒരു കെട്ടിടത്തിന് മുകളിലാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അക്രമ സംഭവങ്ങൾ നടന്ന പ്രദേശങ്ങളൊക്കെ കാണാം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന അങ്ങ് ദൂരെ കാണുന്നതാണ് ഈ ഹിൽട്ടൺ ഹോട്ടൽ. ഇപ്പോൾ ഈ പച്ച നെറ്റ് കൊണ്ട് മറച്ചിരിക്കുകയാണ്. ആ ഹോട്ടൽ ഏതാണ്ട് ഏറെക്കുറെ പൂർണ്ണമായി തന്നെ അത് നശിച്ചിരിക്കുകയാണ്. അങ്ങ് അകലെ കാണുന്ന ആ പുക ഉയരുന്ന പ്രദേശം, അവിടെ ഒരു വെയർഹൗസ് ആയിരുന്നു ഉണ്ടായിരുന്നു, ഒരു ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെയും ഈ പ്രക്ഷോഭകർ തീയിട്ട സ്ഥലമാണ്. 3 ദിവസങ്ങൾ കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും അവിടെ നിന്ന് പുക ഉയരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു, ഒരു ഗ്രൗണ്ടിൽ, കെട്ടിടത്തിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ നിന്ന് ഹെലികോപ്റ്റർ പൊങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. ആ ഗ്രൗണ്ടിന് തൊട്ടടുത്തുള്ള ആ കെട്ടിടത്തിലായിരുന്നു പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ ജൻസി പ്രക്ഷോഭത്തിനിടയിൽ അവിടെ രക്ഷപ്പെടുന്ന കെട്ടിടമായിരുന്നു ആ കെട്ടിടം. ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ഒക്കെ സുശീല കർക്കി മന്ത്രിസഭയുടെ പുനഃസംഘടന ഉണ്ടായിരിക്കുന്നതായിരിക്കും. പുനഃസംഘടന എന്ന് പറഞ്ഞാൽ കൂടുതൽ മന്ത്രിമാരെ അതിലേക്ക് ഉൾക്കൊള്ളുന്നതായിരിക്കും. നേരത്തെ ഇടക്കാല പ്രധാനമന്ത്രിയായി പരിഗണിച്ചിരുന്ന കുൽമാൻ ഗീഷിംഗ് ഉൾപ്പെടെ മന്ത്രിസഭയിലേക്ക് വരുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ അക്രമ സംഭവങ്ങളെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം സുശീല കർക്കി പ്രഖ്യാപിക്കാനാണ് സാധ്യത. മറ്റ് നടപടികളിലൊക്കെ, കാരണം വളരെ കുറച്ചൊരു പീരീഡ് മാത്രമാണ് സുശീല കർക്കിക്കുള്ളത്. പക്ഷെ അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി രാഷ്ട്രീയക്കാരുടെ പിന്തുണ അവർക്ക് ഇല്ല എന്നതാണ്. സിവിൽ സൊസൈറ്റിയിലെ അംഗങ്ങളാണ്, പൗരസമൂഹത്തിലെ അംഗങ്ങളാണ് ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഈ രാഷ്ട്രീയക്കാരുടെ പിന്തുണ അവർക്ക് ലഭിക്കുന്നില്ല. അവരുടെ ശക്തമായ എതിർപ്പ് ഉണ്ടാകാനാണ് സാധ്യത. ഏതായാലും നേപ്പാൾ നിലവിൽ സമാധാനത്തിലേക്ക് മടങ്ങുകയാണ്. കാഠ്മണ്ഡുവിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.